ഇറാൻ തുറമുഖങ്ങൾക്ക് മേൽ അമേരിക്കൻ നാവികസേനയുടെ ഉപരോധം ആരംഭിച്ചു. പ്രകോപനമുണ്ടാക്കിയാൽ ഇറാനിയൻ കപ്പലുകൾ തകർക്കുമെന്ന് ട്രംപിന്റെ ഭീഷണി. കരയുദ്ധം തുടങ്ങിയാൽ നേരിടുമെന്ന് ഇറാനും വ്യക്തമാക്കി. സമാധാന ചർച്ച പരാജയപ്പെട്ടതോടെയാണ് അമേരിക്കയുടെ നീക്കം. ഇതിനു പിന്നാലെ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയർന്നു. അതേസമയം ഇറാൻ ഇസ്രയേൽ സംഘർഷം തുടരുമ്പോൾ പ്രശ്നം പരിഹരിക്കാൻ ചർച്ചകൾ വീണ്ടും സജീവമാകുന്നു. നിലവിൽ വെടിനിർത്തലിന് ശേഷം ഗൾഫ് രാജ്യങ്ങളിൽ ആശങ്കയൊഴിഞ്ഞിട്ടുണ്ട്. ജമാൽ ഗൾഫിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. ജമാലി, ഇപ്പോൾ ഈ ചർച്ച പരാജയപ്പെട്ടതിന് പിന്നാലെ പലതരത്തിലുള്ള ഈ ഒരു പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ട് ഇറാനെ തിരിച്ച് യുദ്ധമുനയിലേക്ക് കൊണ്ടുവരാനാണ് ഈ ഒരു അമേരിക്കയുടെ നീക്കം നടക്കുന്നത്. ഈ സാഹചര്യത്തിലും വെടിനിർത്തൽ തുടരുകയാണ്. എന്താണ് ഗൾഫ് രാജ്യങ്ങളിലെ സ്ഥിതി? അക്ഷയ്, പ്രധാനമായും രണ്ട് തരത്തിലാണ് ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുരോഗമിക്കുന്നത്. ഒരു ഭാഗത്ത് സമാധാന ചർച്ചകൾക്കായുള്ള ശ്രമങ്ങൾ വീണ്ടും നടക്കുന്നുണ്ട്. ഇറാനുമായുള്ള ഒരു സമാധാന ചർച്ചയ്ക്കുള്ള ശ്രമം അമേരിക്ക വീണ്ടും തുടങ്ങി എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. തുർക്കിയുടെ നേതൃത്വത്തിൽ അത്തരത്തിലുള്ള ഒരു ചർച്ച ഉണ്ടാകും, അല്ലെങ്കിൽ സമാധാന ചർച്ചകൾ ഉണ്ടാകും. ഒരുപക്ഷെ ജനീവയിലോ അല്ലെങ്കിൽ ഇസ്ലാമാബാദിലോ ആയിരിക്കും അത്തരം ചർച്ചകൾ എന്നാണ് കരുതുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അമേരിക്കയുടെ ഉപരോധം, പ്രത്യേകിച്ച് ഇറാനെതിരെ നാവിക ഉപരോധം അമേരിക്ക ശക്തമാക്കിയിട്ടുണ്ട്. അമേരിക്ക ഏതാണ്ട് 15-ലധികം കപ്പലുകൾ ഇറാന്റെ തുറമുഖം കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ ഇറാന്റെ തീരപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് എത്തിയിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്ക് കൂടുതൽ ഉപരോധം ശക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അമേരിക്ക ഇത്തരത്തിലുള്ള നടപടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ രണ്ട് തരത്തിലാണ് ഈ കാര്യങ്ങൾ പുരോഗമിക്കുന്നത്. അതേസമയം ഗൾഫ് രാജ്യങ്ങളിൽ ആശങ്ക ഒഴിഞ്ഞിട്ടുണ്ടോ എന്നതാണ് ഏറ്റവും പ്രധാനമായ ഒരു സംഗതി ഉള്ളത്. അതായത് ഗൾഫ് രാജ്യങ്ങളിൽ നേരത്തെ ഇറാന്റെ ആക്രമണങ്ങൾ പതിവായിരുന്നു. പക്ഷേ കഴിഞ്ഞ ഏതാനും ദിവസമായി വെടിനിർത്തലിന് ശേഷം കാര്യമായ ആക്രമണങ്ങൾ ഗൾഫ് രാജ്യങ്ങളിൽ ഉണ്ടായിട്ടില്ല. ഇത് ഗൾഫ് രാജ്യങ്ങളിലെ പ്രവാസി സമൂഹത്തെയും ഏറെ ആശ്വാസകരമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ആശങ്ക ഒഴിഞ്ഞു, സംഘർഷ ഭീതി ഒഴിഞ്ഞു എന്നതാണ് ഗൾഫിലെ നിലവിലെ ഒരു സാഹചര്യം. ജനജീവിതമൊക്കത്തെയും സാധാരണ നിലയിലേക്ക് എത്തുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രവാസി മലയാളികളെ സംബന്ധിച്ച് വിഷുവിന്റെ തിരക്കിലേക്ക് ഈ പ്രവാസി മലയാളികളൊക്കെ തന്നെയും മാറിയിട്ടുണ്ട്. വിപണികളിൽ ഒരു ഉണർവ് കാണുന്നുണ്ട്. സാമ്പത്തിക രംഗത്ത് അതിന്റെ സാമ്പത്തികം വീണ്ടും സജീവമായിട്ടുണ്ട്. ഏതായാലും ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ച് പൊതുവിൽ സംഘർഷ ഭീതി ഒഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് ഏറെ ആശ്വാസകരമായ കാര്യം. അതേസമയം ഹോർമുസ് കടലിടുക്ക് ഉൾപ്പെടെ അമേരിക്ക ഇറാനെതിരെയുള്ള ആ ഉപരോധം കൂടുതൽ ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു വശത്ത് സമാധാന ചർച്ചകൾക്കായുള്ള ചില ശ്രമങ്ങൾ നടക്കുകയും ചെയ്യുന്നുണ്ട്. ശരി, എന്തായാലും ചർച്ചകൾ പരാജയപ്പെട്ടുവെങ്കിലും വെടിനിർത്തൽ 2 ആഴ്ച തുടരുകയാണ്. ഈ അവസ്ഥയിൽ പോലും ഇപ്പോൾ ഇറാനെ ഉപരോധം കടുപ്പിച്ചുകൊണ്ട് ഈ ഒരു തിരിച്ച് യുദ്ധമുഖത്തേക്ക് കൊണ്ടുവരാനുള്ള നീക്കമാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. എങ്കിൽ പോലും വെടിനിർത്തലിന്റെ സാഹചര്യത്തിൽ എന്തായാലും ഗൾഫ് രാജ്യങ്ങൾ ശാന്തമാണ്. അതിന്റെ വിവരങ്ങളാണ് ജമാൽ പങ്കുവച്ചത്.